ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ജൂസ് വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് സോയ ചങ്ക്സ് വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു ചെറിയ റെസിപ്പി വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മുടെ വീഡിയോസിനൊക്കെ ലൈറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടാകും കേട്ടോ. അത് നമ്മുടെ ഫോണിൽ തന്നെ നമ്മുടെ എല്ലാ വീഡിയോസും എടുക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് തുടങ്ങാവേ. ഇതിനാവശ്യമായിട്ട് വേണ്ടത് 2 സവോള ചെറുതായിട്ട് അരിഞ്ഞതും, 2 തക്കാളി, 5-6 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, കുറച്ച് ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് വേണം കേട്ടോ. ഇത് നമ്മൾ സോയാ ചങ്ക്സ് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ്. ഇനി നമുക്ക് ഒരു ചട്ടി എടുക്കാം. അത് നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞങ്ങൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടാകുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാവേ. രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് സവോള നമ്മൾ അതിലേക്ക് ഇടുകയാണേ. അതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം അതൊന്ന് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാവേ. അപ്പോഴേക്കും നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് വഴണ്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു പച്ചമണമൊക്കെ മാറുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് നമ്മുടെ മസാലകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് ഗരം മസാല, അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ. എല്ലാം ആവശ്യത്തിന് ചേർക്കാം. കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. എല്ലാം അതിലേക്കും പിടിക്കത്തക്ക രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. മൂടി വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഇതേപോലെ നല്ലപോലെ വെന്തിട്ടുണ്ടാകും. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നമുക്കിതിൻ്റെ അകത്ത് നമ്മുടെ സോയ ചങ്ക്സ് കുട്ടന്മാരെ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുക കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളി സ്മെല്ല് വരും കേട്ടോ. മസാലകളെല്ലാം കൂടി തന്നെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. നമ്മുടെ സോയ ചങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സോയ ചങ്ക്സ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ ഇടണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ.